സമയത്ത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴെങ്കിലും എതിർപ്പുകൾ വന്നിട്ടുണ്ടോ? അവരിത് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? നിയമസഭയില് ക്രൈസ്തവ MLA എപ്പോഴെങ്കിലും ഇതിന്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? ഇവരുടെ സഭാ നേതൃത്വങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഔദ്യോഗികപരമായിട്ട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഏതെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് ഇത് കൊടുക്കുന്നത് സർക്കാർ. അപ്പൊ അത് ആദ്യം പറയേണ്ടത് യഥാർത്ഥത്തിൽ ക്രൈസ്തവരാണ് ഇവിടെ ന്യൂനപക്ഷമായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് മുസ്ലിങ്ങൾ വരുന്നുള്ളൂ. മനസ്സിലായോ? അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ടീച്ചറുടെ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതില്ലെങ്കിൽ ആരുടെ തെറ്റാണ്? അല്ല, ഇവിടെ തെറ്റും ശരിയും നിർവചിക്കുന്നതിനേക്കാൾ എളുപ്പം, ഇപ്പോ സുപ്രു ഒരു ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ്. ആ ക്ലാസ്സിൽ ഒരു 46 കുട്ടികളുണ്ട് എന്ന് വിചാരിച്ചു. അതില് ആദ്യത്തെ, അതായത് മുൻ ബെഞ്ചിലിരിക്കുന്ന 10 പേരെ മാത്രമാണ് നിങ്ങൾ പരിഗണിക്കുന്നതെങ്കിൽ നിങ്ങളൊരു നല്ല അധ്യാപകനല്ല. അതിന്റെ അർത്ഥം മറ്റവരെന്താ ചോദിക്കാത്തത് എന്നല്ല. ഇവര് ചോദിച്ചിട്ടല്ല, ഇവര് ചോദിച്ചും ചോദിക്കാതെയും ഇവരുടെ അവകാശങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചു കൊടുക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവരത് ചോദിക്കേണ്ടെന്ന കാര്യമില്ല. അവരുടെ എല്ലാവരുടെയും കൂടി വോട്ട് വാങ്ങിയാണ് സുപ്രു ആ ക്ലാസിന്റെ ക്ലാസ് ടീച്ചറായിട്ട് ആ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ ആ കസേരയോട് നീതിയും പ്രതിബദ്ധതയും കാണിക്കണ്ടേ? അതിനോട് കൂറ് കാണിക്കണ്ടേ? അത് കാണിക്കാതെ പുറകിലുള്ള കുട്ടികൾ എന്നോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. ഇപ്പോ പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ വരുന്ന സമയത്തു മാത്രമാണ് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ മുറവിളി കൂട്ടാറുള്ളത്. അതല്ലാത്ത സമയത്ത് ഇവർ ഒരു വേദിയിൽ ചക്കരയും തേനും പോലെ കെട്ടിപ്പിടിച്ചിരിക്കുകയും ഉമ്മ വയ്ക്കുകയും അവര് ഹൃദരാഷ്ട്രാലിംഗനം ഒക്കെ നടത്തുകയും, ധൃതരാഷ്ട്രാലിംഗനം അല്ലെ, അതൊക്കെ നടത്തിയൊക്കെ പിരിഞ്ഞു പോകുകയൊക്കെ ചെയ്യുന്നതാണ്. ടീച്ചർ ഇടപെടുന്നതിനോടൊന്ന് ക്ഷമിക്കാം. ആ ടീച്ചർ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അവകാശങ്ങൾ എന്നുള്ള വാക്ക് ടീച്ചർ ഉപയോഗിച്ചിട്ടുണ്ട്. അവകാശങ്ങൾ അവർക്ക് കൊടുക്കുന്നതിന് നമുക്ക് ആർക്കും എതിർപ്പില്ല. അവകാശങ്ങൾ അവർക്ക് കിട്ടുക തന്നെ വേണം. അവരുടെ അവകാശങ്ങളാണെങ്കിൽ അവർ എടുക്കുക തന്നെ വേണം. പക്ഷെ അവകാശങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ്. അവർക്ക് അനർഹമായിട്ടുള്ള കാര്യങ്ങൾ അർഹതയ്ക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു ക്ലാസ് റൂമിലുള്ള കുട്ടികളുമായിട്ട് ഇത് താരതമ്യം ചെയ്യാനും പറ്റൂല. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വോട്ട് ബാങ്കാണ്. ഒരു വോട്ട് ബാങ്കിന് കുറച്ച് ആളുകൾ വോട്ട് ചെയ്യും എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഒരു അധ്യാപകൻ എങ്ങനെ കുട്ടികളെ കാണുന്നു ആ രീതിയിൽ നമുക്ക് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് മതങ്ങളെയോ അല്ലെങ്കിൽ വോട്ട് ബാങ്കിനെയോ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പൊ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഒരു പക്ഷം നിൽക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മറ്റെന്താ പറയാ, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥിതിയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ചെയ്തു കൊടുക്കപ്പെടേണ്ടതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കെ മറുവശത്ത് ഒരു ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ ക്രൈസ്തവ സമൂഹം മിണ്ടാതിരിക്കുകയും മറ്റുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന സമയത്ത് ആ ചെയ്തു കൊടുക്കുന്ന ആളുകളുടെ കൂടെ കൂടിയിട്ട് അവർക്ക് തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത് എവിടെയാണ് ശരിയാവുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. ടീച്ചർക്ക് ഒരു ക്ലാസ് റൂമിലുള്ള ഒരു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുന്നതിൽ ഒരു ചെറിയ വിയോജിപ്പുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ തന്നെ ഈ വഖഫ് വിഷയം ഉയർന്നു വന്നപ്പോൾ മാത്രമാണ് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ വന്നിട്ടുള്ളത്. പല വേദികളിലും ഇവർ പരസ്പരം ഒട്ടി നിൽക്കുമെങ്കിലും അവരെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇവർക്ക് അവരെ വിമർശിക്കാനോ ഞങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറയാനോ ഇവർ മുന്നോട്ട് വന്നിട്ടില്ല. ആ രൂപത്തിൽ ഒരു പരസ്യ സംവാദങ്ങൾക്കോ ഒന്നും ഇവർ മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകളും മറ്റ് ആനുകൂല്യങ്ങളും വീതിച്ച് നൽകുന്നതിൽ അസന്തുലിതാവസ്ഥയുണ്ട് എന്ന് ബാഹ്യമായിട്ട് ഏതെങ്കിലുമൊക്കെ സദസ്സുകളിൽ ക്രിസ്ത്യൻ സഭകൾ ഊന്നി അല്ലെങ്കിലും അടിക്കണം വേദനിക്കരുത് എന്ന രൂപത്തിൽ ആരോപിക്കാറുണ്ട്. ഭൂരിഭാഗം ആനുകൂല്യങ്ങളും ഒരു പ്രത്യേക മതവിഭാഗത്തിനു വേണ്ടി മാത്രമാണ് ലഭിക്കുന്നത് എന്നും അതേ ജനസംഖ്യാ അനുപാതത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ലഭിക്കണം എന്നും പറഞ്ഞിട്ട് ശക്തിയുക്തം ഇവരൊരിക്കലും വിമർശനാത്മകമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പൊ കേരളത്തിലെ സ്കോളർഷിപ്പ് വിതരണത്തിലെ 80:20 എന്ന അനുപാതം ഹൈക്കോടതി റദ്ദാക്കിയ സംഭവം ഇതിനുദാഹരണമാണ്.
ഈ അനുപാതം ക്രിസ്ത്യൻ വിഭാഗത്തില് വലിയ രൂപത്തിൽ വിവേചനം ഉണ്ടാക്കിയെന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പൊ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ക്രിസ്ത്യൻ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഈ ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടതാണ്, അതവർക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന് സഭകൾ ഇപ്പോ വാദിച്ചു മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ വിവിധ ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങൾ കാലാകാലങ്ങളായിട്ട് സർക്കാരുകൾക്ക് മുമ്പിൽ എത്തുമ്പോൾ അവർ അവരുടെ ആവശ്യങ്ങൾ മറന്നു പോകുന്നു. സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്ന രീതി, ന്യൂനപക്ഷ വികസന പദ്ധതികളുടെ പുനഃക്രമീകരണം, അതിന്റെ പ്രവർത്തനമൊക്കെ അവകാശപ്പെടാനും ആവശ്യപ്പെടാനും ഇവർക്ക് ഒരുപാട് സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ആനുകൂല്യങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തിനു വേണ്ടി മാത്രമായി ചുരുങ്ങുന്നു എന്ന് ഇപ്പോ അവരുടെ തുടയിൽ നുള്ളു കിട്ടിയപ്പോഴാണ് അവർക്കത് തുറന്നു പറയണമെന്ന് തോന്നിയത്. തുല്യമായിട്ടുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറയാൻ ഇപ്പോഴാണ് തോന്നിയത്. ഇത് മതപരമായിട്ടൊരു തർക്കമല്ല, സർക്കാർ പദ്ധതികളുടെ സുതാര്യതയും നീതിയുക്തമായിട്ടുള്ള വിതരണവും എന്ന നിലയിലാണ് നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അല്ല. പക്ഷേ ഇവിടെ ഒരു മതവിഭാഗം പ്രതിസ്ഥാനത്ത് വരുന്നുണ്ട്. ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം ആനുകൂല്യങ്ങൾ എന്ന കോർണറിലേക്ക് അത് മാറുവാണ്. അതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ മുസ്ലിം വിമർശനമാണ് എന്ന് സാധാരണഗതിയിൽ ആളുകൾ പറയാനിടയുണ്ട്. പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതുകൊണ്ടാണ് പറയുന്നത്, ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ ഇന്നും ഇന്നലെയും അല്ല ഇവർക്ക് ലഭിക്കാതായിട്ടുള്ളത്. അപ്പോഴൊന്നും ഇവർ ശക്തമായ രൂപത്തിൽ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോ ശരി, ഇവര് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ പറയുന്നിടത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു. സുപ്രു, ഒരു ക്ലാസ്സിലെ കുട്ടികൾ, അതുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. ആ കുട്ടികൾക്ക് മുഴുവനും നിങ്ങൾ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ എത്തണം, അവരും അത് ഉൾക്കൊള്ളണം. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വീക്കായിട്ടുള്ള കുട്ടികളെ ഒരു 4 പേരെ നല്ല സമർത്ഥരായിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് എത്തിച്ചു കൊടുക്കും. എന്നിട്ട് പറയും അവരും നോട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അവരെയും കൂടി നിങ്ങൾ ഇത് പഠിപ്പിക്കുക, അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്കിത് കാതലായിട്ടുള്ള വശങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിയും. അങ്ങനെയൊക്കെയുള്ള ചില വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സർക്കാർ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ സർക്കാരായിട്ട് മാത്രം അധപ്പതിച്ചു പോകുന്നത്? അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് ഇതുവരെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാത്തത് എന്നതൊരു ചോദ്യമല്ല. അത് ഇവിടെ സൂയിറ്റബിൾ ആകുന്ന ഒരു ചോദ്യമേ അല്ല അത് സുപ്രോ. ഞാൻ ടീച്ചർക്ക് ഒരു ഉപമ പറഞ്ഞു. അതായത് ടീച്ചർക്ക് 3 കുട്ടികളുണ്ട്. അതില് മൂത്ത കുട്ടിയോട് പറയും, ഈ മൂത്തതല്ലേ, ബാക്കിയുള്ളവർ 2 പേരാണ് ഇളയ ആളുകൾ, ന്യൂനപക്ഷം ഇളയ ആളുകൾ. ആ ഇളയ ആളുകൾ എന്ന് പറഞ്ഞിട്ട് അതില് രണ്ടാമത്തെ കുട്ടിക്ക് ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കാരണം ഇളയ കുട്ടിയാണെന്നും പറഞ്ഞു. ശരിക്കും ഇളയ കുട്ടി എന്ന് പറയുന്നത് അതിന്റെയും താഴെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. അപ്പൊ ചെറിയ കുട്ടി പറയാ, ഇളയ കുട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ, കിട്ടുന്നത് മുഴുവൻ മറ്റവനല്ലേ എന്ന് പറയേണ്ട ഒരു കടമ ആ കുട്ടിക്ക് ഉണ്ട്. ആ കുട്ടി അത് പറയുന്നില്ല എന്ന് മാത്രമല്ല, കുട്ടി പറയുന്ന എന്താ, അവന് മുഴുവൻ അവൻ തന്നെ എടുത്തോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പം മൂത്ത കുട്ടി ഉണ്ടല്ലോ, മൂത്ത കുട്ടി ഇതിനു വേണ്ടിയിട്ട് ശബ്ദിക്കുക. അതായത് ഭൂരിപക്ഷം ഹിന്ദുക്കൾ പറയാ, അവര് പറയണെന്ത്, നിങ്ങൾ രണ്ടാമത്തെ കുട്ടിക്ക് മാത്രമാണ് ജാമ്യ ടീച്ചറെ കൊടുക്കുന്നത്, ഇളയ കുട്ടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നില്ല. കൊടുക്കേണ്ടത് ശരിക്കും 2 പേർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം. പക്ഷെ അതിട്ട് ടീച്ചർ ചെയ്യുന്നില്ല. ചെയ്യുന്നത് രണ്ടാമത്തെ ആൾക്ക് കൊടുക്കണ്. രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുന്നത് കൊണ്ട് എന്തുണ്ടാവുന്നു, രണ്ടാമത്തെ ആളുകൾ ചോദിക്കുകയാണോ, ചോദിച്ചിട്ടല്ല കൊടുക്കുന്നത്. ടീച്ചർക്ക് ആ കുട്ടിയോട് വല്ലാത്തൊരു സ്നേഹമുണ്ട്, അങ്ങനെ കൊടുക്കുന്ന ഇളയ കുട്ടീനെ മാറ്റി വെക്കുന്നു. ഈ രണ്ടാമത്തെ കുട്ടി ടീച്ചർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ കുറച്ച് ചെയ്തു തരുന്നു, ടീച്ചർ അങ്ങോട്ടും ചെയ്തു കൊടുക്കുന്നു. വോട്ട് ചെയ്യുന്നു, വോട്ട് തിരിച്ച് ചെയ്തു കൊടുക്കുന്നു. ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. നമ്മുടെ ഒരു കുട്ടിയെ അനർഹമായ കാര്യങ്ങൾ ഒരു കുട്ടിക്ക് ഒരുപാട് ചെയ്തു കൊടുത്താൽ, ടീച്ചറൊക്കെ കുട്ടികളുള്ള ആളുകളല്ലേ, അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വേഗം മനസ്സിലാവും. അനർഹമായ കാര്യങ്ങൾ ഒരു കുട്ടിക്ക് മാത്രമായിട്ട് ധാരാളമായി ചെയ്തു കൊടുത്താൽ ആ കുട്ടി വഷളാവും. കുട്ടി ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും ചോദിക്കുന്നതും ചോദിക്കുന്നതിൽ കൂടുതലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി വഷളാവും. ഇതുപോലെയാണ് ഇസ്ലാമിക സമൂഹം വഷളായിട്ടുള്ളത്. ഇസ്ലാമിക സമൂഹത്തിന് അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇത് ആര് പറയുന്നു കിട്ടുന്നുണ്ട് എന്നുള്ളത്? ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിൽപ്പെട്ടുള്ള ആളുകൾ പറയുന്നു മുസ്ലിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ശരിക്കും കിട്ടേണ്ട ആർക്കാണ്? ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടുള്ള ആളുകൾക്കാണ് ഇത് കിട്ടേണ്ടത്. ഈക്വൽ ആയിട്ട് കൊടുക്കണം. ശരിക്കും ഈക്വൽ ആയിട്ടൊന്നുമില്ല, കൂടുതൽ ക്രൈസ്തവർക്ക് കൊടുക്കണം. അവരാണ് ന്യൂനപക്ഷമായിട്ടുള്ളത്, അവർക്കാണ് കൊടുക്കേണ്ടത്. അവർക്കൊരു പരാതിയും ഇല്ല.
ഇന്ന് വരെ ഒരു പരാതി അവർക്ക് ഉണ്ടായിട്ടുമില്ല. ഏതെങ്കിലും പള്ളിയിലച്ചന്മാർ എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് കൊണ്ട് കാര്യമില്ല. പക്ഷെ നേരത്തെ ടീച്ചർ തന്നെ പറഞ്ഞു, KT ജലീൽ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തിന് അവർക്ക് കൃത്യമായ വിഷനുകളുണ്ട്. അവർക്ക് ഇന്ന കാര്യങ്ങൾ മേടിച്ചെടുക്കണം എന്നുള്ള കാര്യങ്ങൾ അവര് കൃത്യമായി തയ്യാറാക്കിയിട്ട് അത് നിയമസഭയിൽ വച്ചിട്ടുണ്ട്. അത് അവരുടെ സമുദായത്തിന്റെ മുന്നിലും അതുപോലെ തന്നെ അവരുടെ മത ലീഡർമാരും ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങൾ വേണം എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. അവര് എന്താ പറയാ, സ്കൂളിന്റെ സമയം നിയന്ത്രിക്കുന്നതിൽ അവർ ഇടപെടുന്നു. ക്രിസ്മസിന് ഇത്ര ലീവ് കൊടുത്താൽ മതി, അതുപോലെ തന്നെ ഓണത്തിന് ഇത്ര ലീവ് കൊടുത്താൽ മതി, പെരുന്നാളിന് ഇത്ര ലീവ് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ അവരുടെ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ഈ സർക്കാരിനെ അവര് പ്രൊമോട്ട് ചെയ്യുന്നു. ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടുള്ള ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരുടെ ആവശ്യങ്ങൾ വേണം എന്ന് അവര് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞിട്ടില്ല. അവര് പറയാതെ നമ്മൾ ഇത് എന്താ പറയാ കൊടുക്കുന്ന ആളെ കുഴപ്പമാണ്. കൊടുക്കുന്ന ആളെ കുഴപ്പം തന്നെയാണ്. പക്ഷെ കൊടുക്കുന്ന ആളുകള് അവരുടെ കുഴപ്പമാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ടീച്ചർ ഒരു കുട്ടിക്ക് കൂടുതൽ സഹായം ചെയ്തെടുക്കും, മറ്റു 2 കുട്ടികളും കൂടി ടീച്ചറോട് ചോദ്യം ചെയ്യുമ്പോൾ ടീച്ചർക്ക് തന്നെ തോന്നും ഇത് ചെയ്യുന്നത് ശരിയല്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ കച്ചറുണ്ടാക്കും. അത് കച്ചറുണ്ടാക്കുമ്പോൾ അത് പ്രശ്നമാവും. അതുകൊണ്ട് അത് കൊടുക്കുന്നത് ശരിയല്ല, ഈക്വൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളൊരു നിലപാടിലേക്ക് സ്വാഭാവികമായിട്ട് എത്തുന്നത് മനുഷ്യ സഹജമാണ്. അതുപോലെ തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെയും കാര്യങ്ങൾ. ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന ഇറക്കി, മുസ്ലിങ്ങളെ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളുമായി കണ്ടിട്ട് നിങ്ങൾ അതിനെ ആ വിഷയങ്ങളെ കാണരുത്, അവരെ മുസ്ലിം വിഷയങ്ങളായിട്ട് തന്നെ മാറ്റി നിർത്തി കാണണം എന്നുള്ള രീതി. അതിന്റെ ക്രൈസ്തവ വിഷയങ്ങളായിട്ട് കാണാൻ പറ്റൂലേ? സിക്കാരെ വിഷയങ്ങളായിട്ട് കാണാൻ പറ്റൂലേ? ഹിന്ദുക്കളെ വിഷയങ്ങളായിട്ട് കാണാൻ പറ്റില്ലേ? അതൊന്നും പറ്റൂല. പക്ഷെ എന്താ പറ്റുക, മുസ്ലിങ്ങളെ വിഷയങ്ങൾ ന്യൂനപക്ഷ വിഷയങ്ങളായിട്ട് കാണരുത്, അത് മുസ്ലിങ്ങളെ വിഷയങ്ങളായിട്ട് തന്നെ കാണണം. ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഈ ഇവർക്ക് എന്താ പറയാ ആനുകൂല്യങ്ങൾ യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആളുകള് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതും, ഈ ജിഹാദികളുടെ കൂടെ കൂടിയിട്ട് തുപ്പൽ ബിരിയാണി തിന്നുന്നതും, എന്നിട്ട് ആ തുപ്പൽ ബിരിയാണിന്റെ ടേസ്റ്റ് മത്ത് പിടിക്കുന്ന സമയത്ത് ഈ രാജ്യത്തിനെതിരെയും ഹിന്ദു വിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയും പ്രചരിപ്പിച്ച് നടക്കുന്ന ആളുകൾക്ക് സത്യത്തിൽ അവർക്കൊരു അർഹതയുണ്ടോ ഈ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി? മുസ്ലിം സമുദായം അവരുടെ സംഘടിതമായ ശക്തി കൊണ്ട്, അവരുടെ വോട്ട് ബാങ്ക് ഉപയോഗിച്ചിട്ട്, അവരുടെ എന്താ പറയാ ആളുകള് തയ്യാറായിട്ട്, മത നേതൃത്വം തയ്യാറായിട്ട്, അത് ശരിയോ തെറ്റോ അത് വേറെ കാര്യം, അത് അവര് കൃത്യമായിട്ട് വരുന്ന 5 വർഷത്തേക്ക് 10 വർഷത്തേക്കുള്ള വിഷനുകൾ തയ്യാറാക്കുന്നു. എന്നിട്ട് അവർ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു. VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം എല്ലാ പ്രധാന വകുപ്പുകളും ലീവ് കൊണ്ടുപോയി. പള്ളിയിലച്ചൻ ഇവിടെ ഇരുന്നു. പള്ളിയിലച്ചൻ അറിയില്ലായിരുന്നോ ഇത് ഞങ്ങൾക്ക് കിട്ടൂല, ഞങ്ങള് ഇതിന്റെ മുന്നേ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, അറിയില്ലായിരുന്നോ? വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് നടക്കുന്ന രീതിയിൽ പള്ളിയിലച്ചൻ നടന്നും കണ്ട് എല്ലാവർക്കും വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. BJP ജയിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ടുള്ള വാർഡ് ഇലക്ഷനിൽ ഒരു വീട്ടിൽ 30,000 വോട്ട് കൊണ്ടുകൊടുത്തിട്ടുള്ള പള്ളിയിലച്ചന് ഇതൊന്നും അറിയില്ല എന്നാണോ ജാമിദ ടീച്ചർ വിചാരിച്ചിരിക്കുന്നത്? അപ്പൊ ആദ്യം ഇതുപോലത്തെ കാര്യങ്ങൾ തയ്യാറായിട്ട് വേണ്ടേ ഇസ്ലാമിക സമൂഹത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി? സത്യത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ അടുത്ത് തെറ്റുണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. 100% അവരുടെ പക്ഷത്ത് തെറ്റുണ്ട്. കാരണം കിട്ടുന്തോറും വീണ്ടും വീണ്ടും മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെടുന്നത് അടിച്ചു മാറ്റാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് മുസ്ലിങ്ങൾക്ക് എന്ത് ആനുകൂല്യങ്ങളാണ് കിട്ടുന്നതെന്ന്. ഇപ്പോൾ ഞാൻ പറയുമ്പോഴേക്ക് ഞാൻ മതം വിട്ട ആളാണ്, അതുകൊണ്ടാണ് പറയുന്നതെന്ന് പറയും. ഞാൻ നമ്മുടെ KT ജലീലിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാനതൊന്ന് പ്ലേ ചെയ്ത് തരാം. കേൾക്കുന്നില്ലെങ്കിൽ പറയണേ. ഞാനത് ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാം. അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തിന് വേണ്ടിയാണ് ഈ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല? ശരി ശരി. ബില്ല് എന്നുള്ളത് ഈ സഭയിലെ ഓരോ അംഗത്തെയും വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. മദ്രസാധ്യാപക ക്ഷേമനിധിയിലേക്ക് LDF ഗവൺമെന്റ് 21/6/2019 സർക്കാർ ഉത്തരവ് പ്രകാരം പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഇപ്രകാരം സംഗ്രഹിക്കാം. പെൻഷൻ പ്രായം 65 നിന്ന് 60 വയസ്സായി കുറച്ചു.
5 വർഷം വരെയുള്ള അംഗത്വ കാലയളവിന് 500 രൂപയിൽ നിന്ന് 1500 രൂപയാക്കി പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തു. അധികം വരുന്ന ഓരോ വർഷത്തിനും 10% മുതൽ 15% വരെ വർധനവും വരുത്തി. കൂടിയ പെൻഷൻ 7500 രൂപയാക്കി നിജപ്പെടുത്തി. വിദ്യാഭ്യാസ ധനസഹായം, MBBS, BDS, BTech, LLB, B.Ed തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഗവൺമെന്റ് കോളേജിലോ ഗവൺമെന്റ് അംഗീകൃത കോളേജിലോ മെറിറ്റിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത കോഴ്സിനുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെ ഫീസിന് തുല്യമായ തുക ക്ഷേമനിധിയിൽ നിന്ന് നൽകാൻ തീരുമാനിച്ചു. വിവാഹ ധനസഹായം, അംഗങ്ങളുടെ സ്വന്തം വിവാഹത്തിനും 2 പെൺമക്കളുടെ വിവാഹത്തിനും 10,000 രൂപ സഹായമാണ് ഇതുവരെയും നൽകിയിരുന്നത്. ഈ സംഖ്യ 25,000 രൂപയാക്കി ഈ സർക്കാർ വർദ്ധിപ്പിച്ചു. കൂടാതെ കേരള സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ മുഖേന 2 ലക്ഷം രൂപ പലിശരഹിത വിവാഹാവശ്യ വായ്പയും ലഭിക്കുന്നതിന് സംവിധാനമൊരുക്കിയിട്ടുണ്ട്. 50 മാസം തുല്യ തവണകളായി തിരിച്ചടക്കുന്ന രീതിയിലാണ് വായ്പ വിഭാവനം ചെയ്തിരിക്കുന്നത്. അവശതാ പെൻഷൻ, 3 വർഷത്തിൽ കുറയാത്ത കാലം അംശാദായം അടച്ചു വരുന്ന ഒരംഗത്തിന് അപകടം മൂലമോ രോഗം മൂലമോ സ്ഥിരവും പൂർണ്ണവുമായ ശാരീരിക അവശത സംഭവിച്ചാൽ മെഡിക്കൽ ബോർഡിന്റെ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിമാസം 1000 രൂപ അവശതാ പെൻഷൻ പുതുതായി നൽകുന്നതിന് തീരുമാനിച്ചു. കുടുംബ പെൻഷൻ, പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ള ഒരംഗം മരണമടഞ്ഞാൽ ആശ്രിതന് കുറഞ്ഞത് 1000 രൂപയോ അംഗത്തിന് ലഭിക്കാൻ അർഹതയുള്ള പെൻഷന്റെ പകുതിയോ ഏതാണ് കൂടുതലെങ്കിൽ ആ തുക കുടുംബ പെൻഷനായി ലഭിക്കും. മരണാനന്തര ധനസഹായം, ഒരംഗം മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ അംഗത്വ കാലയളവ് അനുസരിച്ച് 10,000 രൂപ മുതൽ 50,000 രൂപ വരെ ആശ്രിതർക്ക് മരണാനന്തര സഹായം LDF സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾക്കുള്ള സഹായം, ഒരംഗം മരണപ്പെട്ടാൽ 5,000 രൂപയും ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ഒരംഗം മരിച്ചാൽ 3,000 രൂപയും സഹായമായി ലഭ്യമാക്കാനാണ് ഉത്തരവിൽ പറയുന്നത്. മദ്രസാധ്യാപക ക്ഷേമനിധിയുടെ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി മാറുകയാണ്. ഓഫീസ് ഫർണിഷിംഗിനായി 32 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. പല ബഹുമാനപ്പെട്ട അംഗങ്ങളും നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. അവ പരമാവധി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുക തന്നെ ചെയ്യും. സാർ, ബുദ്ധിമുട്ടുകളുടെയും ദുരിതങ്ങളുടെയും മാറാപ്പ് പേറി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ദാഹജലം പകർന്നു നൽകാൻ ഈ നിയമനിർമ്മാണം നിമിത്തമാകുമെന്ന വിശ്വാസത്തോടെയാണ് ഞാനിതിവിടെ അവതരിപ്പിക്കുന്നത്. ഇതാണ് അദ്ദേഹം സഭയിൽ പറഞ്ഞത്. അപ്പോ ഇനി മദ്രസ അധ്യാപകർക്ക് ക്ഷേമനിധി അഥവാ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നു എന്നത് കള്ളം പറയുന്നതാണ്. മുസ്ലിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ KT ജലീലിന്റെ പ്രഭാഷണം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതില് അഭിപ്രായ വ്യത്യാസം ഇല്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ടീച്ചർ മറുപടി പറഞ്ഞിട്ടില്ല. ഇത് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇത് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, അതിനെക്കാട്ടി വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായോ? ഇതിനെക്കാട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കല്യാണം കഴിക്കാൻ വരെ അവർക്ക് പൈസ ഉണ്ട്. മദ്രസ അധ്യാപകന്മാർക്ക് മരിച്ചു കഴിഞ്ഞാൽ അന്ത്യകർമ്മങ്ങൾക്ക് വരെ പൈസ ഉണ്ട്. അറിയോ? ഞാൻ ചോദിച്ച ചോദ്യമാണ്, ഇത് അവര് വാങ്ങിയെടുക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടാത്തത് അവരുടെ കുറ്റമാണോ? മുസ്ലിം സമൂഹം എങ്ങനെ കുറ്റക്കാരാവുന്നു എന്നാണ് എന്റെ ചോദ്യം. KT ജലീല് അവരുടെ സമുദായത്തിന് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് അവര് നേടിയെടുക്കുന്നു. ഈ ക്രിസ്ത്യൻ MLA മാരും ക്രിസ്ത്യൻ MP മാരും വട്ടം നോക്കി കൂത്തിരിക്കുന്നത് മുസ്ലിങ്ങളെ കുഴപ്പമാണോ? ഇവരെവിടെയാണ്? ഇവർക്ക് ആനുകൂല്യങ്ങൾ വേണ്ട, ന്യൂനപക്ഷങ്ങളുടെ പദവികൾ വേണ്ട, അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അവര് നേടിയെടുക്കുന്നുണ്ട്. ഇവരുടെ പള്ളിയിൽ അച്ഛന്മാർ എപ്പോഴെങ്കിലും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. മുസ്ലിം സമുദായം ഓരോ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആവശ്യങ്ങൾ അവർ മേടിച്ചെടുക്കുന്നുണ്ട്. ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അത് മറ്റുള്ളവർ കൊടുക്കുന്നുണ്ട്. അതിന് അവരെന്ത് പഴിച്ചു? അവരെങ്ങനെയാണ് കുറ്റക്കാരാവുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ചോദ്യത്തിന് ടീച്ചർ മറുപടി പറഞ്ഞിട്ടില്ല. അവര് കുറ്റക്കാരാകുന്നു എന്നല്ല പറഞ്ഞത്, മറ്റുള്ളവരുടെ അവകാശങ്ങളും അവർക്ക് അർഹതപ്പെട്ടതും കൂടി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. ക്രിസ്ത്യാനികള് അതല്ലെങ്കിൽ മറ്റ് സിഖ്, ജൈന, അങ്ങനെ കുറെ വിഭാഗങ്ങളുണ്ട്, പാർസി. അപ്പൊ അവരാരും അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതുവരേക്കും അവർക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നത് എന്നത് വസ്തുതയാണ്. അത് സമ്മതിക്കുന്നു. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു സർക്കാർ, ഇപ്പോ സുപ്രു എന്റെ മക്കളുടെ കാര്യം പറഞ്ഞു,
എന്റെ മക്കള് 4 പേർക്കും അവർക്ക് അർഹതപ്പെട്ടത്, അവർക്ക് എന്താണോ അവരുടെ വളർച്ചകളിൽ അനിവാര്യമായിട്ടുള്ളത് അത് നൽകാൻ 100% ഞാൻ ബാധ്യതപ്പെട്ട ആളാണ്. അപ്പൊ ഞാനത് നൽകാതെ അവരെ കൊണ്ട് ചോദിപ്പിച്ച്, അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച്, മാർച്ച് നടത്തി, പ്രതിഷേധ യോഗങ്ങളിൽ ഈ വിഷയം ഉന്നയിപ്പിച്ചിട്ടാണോ അവർക്കത് നൽകേണ്ടത്? ഇപ്പോ എന്റെ കയ്യിൽ ഒരു പൈനാപ്പിൾ കൊണ്ടു തരുന്നു. ഈ പൈനാപ്പിൾ 4 പേർക്കും വീതം വെച്ച് കൊടുക്കാൻ ഞാൻ ബാധ്യതപ്പെട്ട ആളല്ലേ? അപ്പൊ ഞാനത് നൽകാതെ 2 പേർക്ക് നൽകിയിട്ട് മറ്റേ 2 പേര് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണോ? 4 വീതം വെച്ച് എടുത്തു വെച്ചു, 2 പേര് 4 പേരുടെയും പങ്ക് അങ്ങോട്ട് തിന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കുറ്റക്കാരൻ ഞാനല്ലേ? ടീച്ചർ പറയുന്നത് ധാർമ്മികപരമായിട്ട് കറക്റ്റാണ്. ഈ ഇതില് ധാർമ്മികത കാണിക്കുന്നില്ലല്ലോ ഭരണാധികാരികൾ. ധാർമ്മികത കാണിക്കണമെന്നുണ്ടെങ്കിൽ അവരോട് ആരും ചൂണ്ടിക്കാണിക്കുന്നില്ലല്ലോ. ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന പരിപാടിയില്ലേ മറ്റേത് ചെയ്യുന്നത്. ഇപ്പം ടീച്ചർ ഒരു മുസ്ലിം സമുദായത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ഹിന്ദു സമുദായത്തിൽ പിറന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് രണ്ടാൾക്കും അറിയാം ഇത് ക്രൈസ്തവ സമൂഹത്തോട് ചെയ്യുന്ന അനീതിയാണ്, തെറ്റാണ്. ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ന്യൂനപക്ഷങ്ങളുടെ പേരിൽ ക്രൈസ്തവ സമൂഹത്തിന് ഒന്നുമില്ലാതെ അട്ടം നോക്കി ഇരിക്കേണ്ട ഗതികേടിലേക്ക് അവർ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് തെണ്ടിത്തരമാണ് എന്നുള്ളത് എനിക്കും അറിയാം, ടീച്ചർക്കും അറിയാം. ഇത് നമ്മൾ 2 പേരും പറയുന്ന രീതിയിൽ അവരുടെ സാമുദായിക നേതൃത്വം പറയാൻ തയ്യാറാവുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അവർ ഇന്ന് വരെ തയ്യാറാകത്തില്ല. അവർ ഇന്നും തയ്യാറല്ല, ഇന്നലെയും തയ്യാറല്ല, നാളെയും തയ്യാറല്ല. ഇപ്പൊ ഈ വഖഫ് വിഷയത്തിൽ മാത്രം 1 2 ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഈ മുസ്ലിം ന്യൂനപക്ഷ അവകാശങ്ങൾക്കെതിരെ ഉയർന്നു വന്നു എന്നതുകൊണ്ട് മാത്രം അവര് ബോധോദയമുള്ളവരായി മാറിയെന്നോ അവർക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ അവർ പര്യാപ്തരായെന്നോ ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഈ വിഷയം വഖഫ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രം ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണമാണ് അദ്ദേഹത്തിൻ്റെത്. ഇപ്പോ ന്യൂനപക്ഷ അവകാശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല, ഇതിനി നാളെ പറയുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ടാണല്ലോ അവര് തന്നെ ഈ ഇദ്ദേഹം ഇത് പറയുന്നത്. ഞാൻ ചോദിക്കാം ടീച്ചറോട്, അപ്പോഴൊരു ചോദ്യം ഉണ്ട്. ഇദ്ദേഹം ഇത് ആരോടാ പറയുന്നത്? കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോ അപ്പുറത്ത് കേൾക്കാൻ ഒരു വ്യക്തി വേണ്ടേ? സർക്കാരിനോടാണോ പറയുന്നത്? പ്രതിപക്ഷത്തോടാണോ പറയുന്നത്? അല്ലെ ഇവിടെയുള്ള ഭൂരിപക്ഷ സമുദായത്തിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ പറയുന്നത്? ഏതെങ്കിലും സംഘടനയോടാണോ പറയുന്നത്? ആരോടാണോ പറയുന്നത്? ടീച്ചർ മനസ്സിലാക്കുന്നത് ഇവരാരോടാണ് ഇത് പറയുന്നത്? അല്ല, ഇത് നട്ടലില്ലാത്ത അഭിപ്രായ പ്രകടനമാണ്. അണികൾ തന്നെ അത് മനസ്സിലാക്കും. ഇതുവരെ കോൺഗ്രസ് ഭരിച്ചിട്ട് നമ്മളെ അനീതിയുടെ നടുകടലിൽ കൊണ്ടുപോയി മുക്കി എന്നറിയുന്ന നല്ല ബോധവൽക്കരണം അണികൾക്കിടയിൽ നൽകാതെ അവര് തന്നെ അതുവരെ അവരോട് ചെയ്ത അനീതികളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒടുവിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDFന് വോട്ട് ചെയ്യണമെന്ന് പറയുകയും അവര് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് ഞങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നു, ഇവര് നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളോ അവരുടെ പ്രകടന പത്രികയിലോ പറഞ്ഞ ഒരു പ്രഖ്യാപനങ്ങളും പാലിക്കുന്നില്ല എന്ന് ഇവര് തന്നെ ജനമധ്യത്തിൽ വന്ന് പറയുമ്പോൾ ശരിക്കും പരിഹാസ്യരായി മാറുന്നത് ഇവര് തന്നെയാണ്. ഇവരുടെ ആനുകൂല്യങ്ങളിൽ ബോധവാന്മാരാണ്. അതാണ് ടീച്ചറെ ഞാൻ പറയുന്നത്. ഇവര് പറയുന്നത് VD സതീശനോട് ഇവര് പറയുന്നില്ല. ഇവര് ഔദ്യോഗികമായിട്ടുള്ള ഇവരുടെ ബിഷപ്പുമാരോ ആരും തന്നെ ഇത് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഇവരുടെ കാപട്യം ടീച്ചർ മനസ്സിലാക്കണം. ഇവരുടെ ഏതെങ്കിലും ഇത് എന്താ പറയാ, ഈ മറ്റേ സഭയിലുള്ള പള്ളിയിലച്ചന്മാരുടെ ജിഹാദി ബന്ധം അറിയാത്ത ഏതെങ്കിലും അച്ഛന്മാര് വന്ന് വിളിച്ചു അറിയുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായോ? അല്ലാതെ അവരുടെ സഭയ്ക്കോ അവരുടെ സംവിധാനങ്ങൾക്കോ ഒന്നും തന്നെ അവരുടെ സമുദായത്തിന് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായം ഇല്ല. മനസ്സിലായോ? ഇവരിത് VD സതീശനോടല്ല പറയുന്നത്. പ്രതിപക്ഷം ഈ കാര്യങ്ങൾ ഉന്നയിക്കണം എന്നല്ല പറയുന്നത്. ഞങ്ങളുടെ സമുദായത്തിൽ ഇത്ര മന്ത്രിമാരുണ്ട്, ഇത്ര MLA-മാരുണ്ട്, ഏതെങ്കിലും ഒരാൾ ക്രിസ്ത്യാനിക്ക് വേണ്ടി ശബ്ദിക്കണം എന്നല്ല പറയുന്നത്. മനസ്സിലായോ? അവിടെയാണ് ഇവിടെ കാപട്യം മനസ്സിലാവേണ്ടത്. ഇവരിത് പറയുന്നത് വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ടാണ്. ആരോടാണ് ഇത് പറയുന്നത്? ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തോടാണോ പറയുന്നത്? ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടുള്ള ആളുകൾ തന്നെ ഇവർക്ക് സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെ വെക്കുക. നമ്മളെല്ലാവരും പറയാണ് ക്രൈസ്തവ സമൂഹത്തിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കേണ്ടത് തന്നെയാണ്. അത് അനർഹമായിട്ട് മറ്റുള്ള ആളുകൾ ഒരു വിഭാഗം ആളുകൾ കൈവശം വെച്ചിരിക്കുന്നതൊക്കെ തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞ് ഇവിടെ കൂടെ നിന്നാൽ ഇവർക്ക് ഇതിൽ എത്ര ആത്മാർത്ഥതയുണ്ട്?
അപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ മുസ്ലിങ്ങൾ മാത്രമായി തിന്നുന്ന തെറ്റാണെന്നുള്ളത്. തെറ്റ് തന്നെയാണ്, അതിൽ എനിക്കും സംശയമില്ല. പക്ഷെ തെറ്റിന്റെ ഉത്തരവാദി ആരാണ്? മറ്റുള്ളവർക്ക് വേണ്ട. കാരണം ജിഹാദി പിണങ്ങും. പള്ളിയിലച്ചന്മാർ തുപ്പൽ ബിരിയാണി തിന്നിട്ട് ജിഹാദികളുടെ അടിമകളായി മാറിയിട്ടുണ്ട്. അവരുടെ സമുദായത്തിന് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, BJP വരാഞ്ഞാ മതി. ഇതാണ് അവരുടെ നിലപാട്. ഞാൻ BJP വന്നാൽ എല്ലാം പരിഹാരമായി എന്നുള്ളത് വാദമൊന്നും എനിക്കില്ല കേട്ടോ. അങ്ങനത്തെ വാദമൊന്നും എനിക്കില്ല. പക്ഷേ ഇവര് ഈ BJP-നെ തോൽപ്പിക്കാൻ നടക്കുന്ന ഈ ഉത്സാഹം ഇവരുടെ സമുദായത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനെങ്കിൽ ടീച്ചറെ ഒരു സാമാന്യ മര്യാദ എന്നുള്ള രീതിയിൽ ഇവര് ചെയ്യണ്ടേ? കോയ ഉത്സാഹം കാണിച്ചിട്ട് കോയക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കോയ നേടിയെടുക്കുന്നത് അത് എങ്ങനെ തെറ്റാവുമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ക്രിസ്ത്യാനിക്ക് വേണ്ട ഓർക്ക് ഉസിരും പുളിയില്ലാത്തവരാണ്, ഓർക്ക് വേണ്ട ഓരോ പള്ളിയിലെത്തുമ്പോൾ പറഞ്ഞാൽ തുപ്പൽ ബിരിയാണി തിന്നുന്ന ടീംസുകളാണ്, അവരുടെ സമുദായത്തോട് കൂറില്ലാത്തവരാണ്. ഇതൊക്കെ തന്നെയല്ലേ അവര് സമൂഹത്തിൽ വെളിവാക്കുന്നത്. ഈ പള്ളിയിലച്ചന്മാര് വന്നും കണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ നാടകത്തിലൊന്നും ഞാൻ പോയി വീഴാനൊന്നും പോകുന്നൊന്നുമില്ല. ഇവർ ഇന്റർനാഷണൽ ഫ്രോഡുകളാണ്. ഈ പള്ളിയിലച്ചന്മാർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫ്രോഡുകളാണ്. ഇവർക്ക് യാതൊരു ധാർമ്മികതയും സമൂഹത്തോടില്ല, ഇവരുടെ സമുദായത്തോട് തന്നെ ഇവർക്ക് കടപ്പാടില്ല. കോയക്ക് ഇതൊക്കെ ഉണ്ട്. കോയക്ക് അവന്റെ സമുദായത്തോട് കടപ്പാടുണ്ട്, അവന്റെ സമുദായം പുരോഗതിയിൽ എത്തണമെന്നുണ്ട്, അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടണമെന്നുണ്ട്, ഈ രാജ്യത്തുള്ള ആവശ്യത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കണമെന്നുണ്ട്. അതിന് അവര് എന്ത് ചെയ്യുന്നുണ്ട്? വോട്ട് അവര് അതിനനുസരിച്ച് ഉപയോഗിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, അവരനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. തീവ്രവാദമാണെങ്കിൽ പോലും അവർ സംഘടിതമായിട്ട് അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. മനസ്സിലായോ? ഏതെങ്കിലും ഒരു തീവ്രവാദിനെ മാത്രം പുറത്താക്കിയായിട്ട് എന്റെ അറിവിലില്ല. അതിന് പോലും അവർ നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് നിൽക്കുന്നില്ല? ഈ പറയുന്ന ടീച്ചർ പറയുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്, നമ്മളാരെ ക്രിസ്ത്യാനികളാണോ? നമ്മൾ മുസ്ലിങ്ങളെ മാത്രം മേടിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളെന്താ ക്രിസ്ത്യാനികളാണോ? ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ മേടിച്ചു കൊണ്ടുപോകുന്നത്? നമുക്ക് കിട്ടുന്നില്ല, ഹിന്ദുക്കൾക്ക് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് എന്തായാലും കിട്ടുന്നില്ല. അതിന്റെ പേരെന്താ? നിങ്ങൾ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും കിട്ടൂല. ഞങ്ങൾക്ക് ഒരു സാധനം കിട്ടുന്നില്ല. മനസ്സിലായി? ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആരും ഞങ്ങളൊരു സംഘടിതമായ വോട്ട് ബാങ്ക് അല്ല. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് സംഘടിതമായ വോട്ട് ബാങ്ക് അല്ല. അതിനനുസരിച്ചുള്ള നിയമങ്ങളും ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു നിയമങ്ങളും ഇവിടെ ഇല്ല. നേരെ മറിച്ച് ക്രിസ്ത്യാനികൾ സംഘടിതമായ വോട്ട് ബാങ്ക് ആണ്. അവരുടെ പള്ളിയിലച്ചന്മാർ കോൺഗ്രസിന് കൃത്യമായി വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിങ്ങളടുത്ത് ഒരു തെറ്റുമില്ല. മുസ്ലിങ്ങൾ അവര് മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്, അവരത് നന്നായിട്ട് പുട്ടടിക്കുന്നുണ്ട്, അവര് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ടീച്ചർ പറയുന്നുണ്ട് മുസ്ലിങ്ങളടുത്ത് തെറ്റാണ് കാര്യങ്ങൾ, അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കോയ ചോദിക്കാതെ വെക്കുവോ? കോയനെ ഏതെങ്കിലും ഒരു സംഗതി പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആരെങ്കിലും കോയനെ ഒരു സംഗതി പറഞ്ഞ് മനസ്സിലാക്കിയതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ? എന്റെ അറിവിലില്ല. അപ്പൊ ഇത് കോയ ചെയ്യുന്നത് തെറ്റാണ്, കോയ ചെയ്യുന്നത് തെറ്റാണ് കോയക്ക് പറയാ. പക്ഷെ കോയക്ക് എന്താ? ഇപ്പൊ ഫിഷറീസ് വകുപ്പ് അവര് കൊണ്ടുപോയി, വിദ്യാഭ്യാസം ഒരു കൊണ്ടുപോയി, വ്യവസായം ഒരു കൊണ്ടുപോയി, പ്രധാന വകുപ്പിലൊക്കെ അവിടെ കൊണ്ടുപോയി. ഈ അച്ഛന്മാര് അണ്ടി പോയ അണ്ണാന്റെ മാതിരി അട്ടത്തേക്ക് പോയി കൂത്തിരിക്കല്ലായിരുന്നു ഇവിടെ. കോൺഗ്രസിന് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് എന്ത് ഉത്സാഹമായിരുന്നു. ആരെ കുഴപ്പമാണ് ടീച്ചർ അത്? ഇത് ആരെയും കുഴപ്പമില്ല. ഇത് മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ള സമുദായക്കാരുടെ കുഴപ്പമാണ്. മുസ്ലിങ്ങൾ അവർക്ക് ഇത് കിട്ടും ചെയ്യും, അവർ വാങ്ങും ചെയ്യും, അവർ തിന്നും ചെയ്യും എന്ന് വിചാരിച്ച് അവർ നടക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പിന്നെ അവരെങ്ങനെ കുറ്റക്കാരാവുന്നു? ഇതാണ് എന്റെ ചോദ്യം. സുപ്രു, ഒരു സിമ്പിൾ ചോദ്യം. ഒരു ലവ് ജിഹാദ് നടക്കുന്നു എന്ന് വിചാരിക്കുക. അതില് ആ പെണ്ണിന്റെ കഴിവുകേടാണോ അതോ മുറിയന്റെ കഴിവാണോ അവിടെ നടക്കുന്നത്? മുറിയന്റെ കഴിവ് ഒരു പ്രധാന ഘടകമാണ്. രണ്ടാമത് ആ പെൺകുട്ടിയുടെ അജ്ഞതയാണ്. മനസ്സിലായോ? ഞാൻ കുറച്ച് പെൺകുട്ടികളെ പേര് പറഞ്ഞിടാം. നിങ്ങൾ പോയിട്ട് കോയനെ പറഞ്ഞയച്ചിട്ട് നിങ്ങൾക്ക് ലവ് ജിഹാദ് നടത്താൻ പറ്റുമോ? ഇല്ല, ഞാൻ ആ വിഷയത്തിലേക്ക് പോകാനല്ല, ഞാൻ സാന്ദർഭികമായി ചോദിച്ചതാ. അതായത് ഇപ്പൊ അല്ല, ഞാൻ പറയുന്നതിന്റെ കാരണം ഞാൻ പറയുന്നതിന്റെ കാരണം അജ്ഞതക്കുറവ് കോയ മുതലെടുക്കുന്നതാണ്. മനസ്സിലായോ? നിങ്ങൾ മതേതരവാദിയാണെങ്കിൽ കോയ നിങ്ങളെ മുതലെടുക്കും. അതല്ല, നിങ്ങൾക്ക് കോയയെ കുറിച്ചിട്ടുള്ള അത്യാവശ്യം ധാരണ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ കോയക്ക് മുതലെടുക്കാൻ വേണ്ടി സാധിക്കൂല. ഞാൻ പറഞ്ഞില്ലേ, ലവ് ജിഹാദ് എല്ലാവരോടും നടക്കൂല, എല്ലാ ആളുകളോടും ലവ് ജിഹാദ് നടക്കൂല. കോയ ട്രൈ ചെയ്യും. മനസ്സിലായോ? ട്രൈ ചെയ്തുകൊണ്ടേ നിൽക്കും. ഏതെങ്കിലും മതേതരവാദി പെൺകുട്ടിയെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കോയ ലവ് ജിഹാദ് നടത്തും. അത് കോയയുടെ കഴിവുമാണ്, പെൺകുട്ടിയുടെ അജ്ഞതയുമാണ്. സുപ്രു അല്ല,
അവന്റെ കഴിവും മിടുക്കും മികവും മാത്രമല്ല, നമ്മുടെ വിവരക്കേട്, നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ചിട്ട് പ്രാഗൽഭ്യമില്ലായ്മ, ഒരാൾ നമ്മളെ സാമ്പത്തികമായി പറ്റിച്ചു എന്ന് പറഞ്ഞാൽ പറ്റിച്ചവന്റെ മിടുക്കും കഴിവുമല്ല, നമ്മുടെ കഴിവുകേട് കൂടിയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഞാനിവിടെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കാനോ നാളെ മുതൽ ക്രിസ്ത്യാനികൾ മൊത്തവും സമരത്തിനിറങ്ങാനോ അല്ല ഈ വിഷയം ഇവിടെ ഉന്നയിച്ചത്.